ബന്ധപ്പെട്ട് ഒരു വർഷത്തിന് ശേഷം കുടുംബമായിട്ട് ഉയർത്തുവച്ച് നിർദ്ദേശിച്ചിരിക്കുന്നു. ഇന്ന് ആരാധിക്കുന്നു. ഒരു വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 34-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുന്നു, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിലേക്ക്. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കുന്നു. എന്നോട് ചേർന്ന് യഹോവയെ ബന്ധപ്പെടുന്നു, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. നാം അധ്യായത്തിന്റെ തലക്കെട്ട് വായിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും, ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം വരികയും അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് പോകുമ്പോൾ ചെയ്ത ഒരു സങ്കീർത്തനം. തന്റെ യഥാർത്ഥ ജീവിതത്തിലെ കഷ്ടതയുടെ അനുഭവത്തിൽ മുമ്പ് ഉത്ഭവിച്ച ഒരു സങ്കീർത്തനം. താൻ ഭ്രാന്തനാണെന്ന് നടിച്ച് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആ സാഹചര്യത്തിൽ അവൻ എഴുതിയത്. 1 ശമൂവേൽ 21-ാം അധ്യായത്തിന്റെ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈ കാര്യം വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, 15-ാം വാക്യത്തിൽ, എന്റെ മുമ്പാകെ ഭ്രാന്ത് കളിപ്പാൻ ഇവനെ കൊണ്ടുവരാൻ കഴിയും. എനിക്ക് ഇവിടെ ഭ്രാന്തന്മാർ തോന്നുന്നു, എന്റെ അരമനയിലോ ഇവൻ വരേണ്ടതുണ്ട്. വാസ്തവത്തിൽ ഭയത്തിലോ കയ്പിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരമായിട്ട് ദാവീദിന്റെ പ്രാരംഭ വാക്കുകൾ എങ്ങനെയാണ്? ഞാൻ എല്ലാവരും ആരാധിക്കുവാനായിട്ട്, ഒരു സമാധാനം ലഭിക്കുവാനായിട്ട്, സമാധാന അന്തരീക്ഷത്തിനായിട്ട് ദാവീദ് ഒരിക്കലും കാത്തിരിക്കുന്നില്ല. കഷ്ടതയുടെ നടുവിലാണ് ദാവീദ് ആരാധനയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദാവീദ് വ്യക്തിപരമായ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഞാൻ അനുഗ്രഹിക്കും. വാക്യങ്ങളെ ഇങ്ങനെ കാണും, ഞാൻ അനുഗ്രഹിക്കും, ഞാൻ സ്തുതിക്കും, ഞാൻ അഭിമാനിക്കും. ഇവയെല്ലാം ബോധപൂർവമായ പ്രവൃത്തികളാണ്, അല്ലാതെ സാഹചര്യങ്ങളെ ആശ്രയിച്ചുള്ള ഒരു വികാരങ്ങളല്ല. മാത്രമല്ല, ഒരു വാക്ക് നമ്മെ എപ്പോഴും ശ്രദ്ധിക്കപ്പെടാവുന്നതാണ്. എല്ലാ കാലങ്ങളിലും എന്ന വാചകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആരാധന ഋതുഭേദങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല, സാഹചര്യങ്ങൾക്കനുസരിച്ച് വരുന്നതല്ല. ഏത് സാഹചര്യത്തിലായാലും, അത് സന്തോഷത്തിലായാലും സമാധാനത്തിലായാലും ദുഃഖത്തിലായാലും ദൈവത്തെ ആരാധിക്കേണ്ട നമുക്ക് ആവശ്യമാണ്. എന്റെ ആത്മാവ് കർത്താവിൽ വിശ്വസിക്കും എന്നാണ് അവിടെ ദാവീദ് പറയുന്നത്. സത്യ ആരാധന ദൈവത്തിന്റെ മഹത്വത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ ആരാധന ക്രിസ്തുവിലേക്ക്, അവന്റെ വ്യക്തിത്വത്തിലേക്ക്, അവന്റെ പ്രവൃത്തിയിലേക്ക്, അവന്റെ മഹത്വത്തിലേക്ക് ആണ് വിരൽ ചൂണ്ടിക്കൊണ്ട് ദാവീദ് പറയുന്നത്. പിന്നീട് നാം കാണുന്ന വാക്യത്തിലാണ്, എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തുന്നു, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഇവിടെ ബന്ധപ്പെടുത്തുന്നു എന്ന് അർത്ഥമാക്കുന്നത് ദൈവത്തെ വലുതാക്കുക എന്നതല്ല, മറിച്ച് ദൈവത്തിന്റെ മഹത്വം കൂടുതൽ ദൃശ്യമാക്കുക എന്നുള്ളതാണ്. നാം ഇന്ന് അപ്പത്തിൽ നിന്ന് ഭാഗവാക്കുകളാകുന്ന സമയത്ത് ഓരോ പങ്കാളിയുടെയും ഓരോ വ്യക്തിയുടെയും സംഭാവന എന്നുള്ളത്, അവന്റെ ധ്യാനം, ഏകീകൃത സ്തുതിയാഗമായിട്ട് നാം ദൈവത്തിലേക്ക് അർപ്പിക്കുക. നാം ഈ കർത്താവിന്റെ വേഷത്തെ ചുറ്റും വരുന്ന സമയത്ത് നാം ഒന്നിച്ച് ദൈവത്തെ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, സാഹചര്യങ്ങൾ പരിഗണിക്കാതെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കറിയാം, വർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരാധന എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും ശബ്ദങ്ങൾ ഒന്നിച്ച് ഒറ്റ ശരീരമായിട്ട് ദൈവത്തിലേക്ക് വീഴുകയാണ്. ഈ പ്രഭാത സമയത്ത് നമുക്ക് നമ്മെ തന്നെ മറന്നുകൊണ്ട് ക്രിസ്തുവിനെ, അവന്റെ പുരുഷനെ, അവന്റെ പുനരുദ്ധാനത്തെ, അവന്റെ വാഗ്ദാനങ്ങൾ ഓർക്കുന്നത് ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ഇവിടെ ദാവീദ് പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിൽ ഇരിക്കും, നാം ഒന്നിച്ച്